Okay, so Samsung എന്ന ബ്രാൻഡ് ഒരുപാട് ഫോൺസ് ലോഞ്ച് ചെയ്യാറുണ്ട്. എല്ലാ മാസവും കാണും, ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഫോൺസ് മിനിമം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ ബെസ്റ്റ് സാംസങ് ഫോൺ റീസെൻ്റ്ലി സാംസങ് ലോഞ്ച് ചെയ്തതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സാംസങ് ഫോൺസ് ആയിരുന്നു സാംസങ് ഗാലക്സി A52. ഡിസൈൻ, പെർഫോമൻസ്, ക്യാമറ പെർഫോമൻസ്, ബാറ്ററി എല്ലാം പോയിന്റ് ഓഫ് വ്യൂന്ന് ഒരു ഓൾറൗണ്ട് ഫോണായിരുന്നു സാംസങ് ഗാലക്സി A52 ആയിരുന്നു എന്ന് പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഫോൺ എങ്ങും ഇല്ല. A52ൻ്റെ പ്രൊഡക്ഷൻ തന്നെ സാംസങ് നിർത്തി വെച്ചിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം ആമസോണിൽ അത് കിട്ടാനില്ല, സാംസങ്ങിൻ്റെ സ്റ്റോർസിൽ കിട്ടാനില്ല, ഈവൻ സാംസങ്ങിൻ്റെ വെബ്സൈറ്റ് ഇല്ല, ഓഫ്ലൈൻ ഓൺലൈൻ എങ്ങും ആ ഒരു ഫോൺ കിട്ടാനില്ല. സോ തീർച്ചയായിട്ടും അതിൻ്റെ സെയിൽ, അതിൻ്റെ പ്രൊഡക്ഷൻ സാംസങ് നിർത്തി വെച്ചിട്ടുണ്ട്. ഇതിനേക്കാളും വലുതെന്തോ വരാനിരിപ്പുണ്ട്, അതുകൊണ്ടായിരിക്കും മിക്കവാറും നിർത്തി വെച്ചിരിക്കുന്നത്. സോ വരാനിരിക്കുന്ന ഒരു വലിയ ഫോണാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സാംസങ് ഗാലക്സി A52s. സോ സാംസങ്ങിൻ്റെ ഈ സാംസങ് ഗാലക്സി A52s 5G ഫോൺസിൻ്റെ ലീക്ഡ്, റൂമേർഡും പിന്നെ ചില കൺഫേംഡ് സ്പെസിഫിക്കേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ എണ്ണത്തിന് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ആദ്യം ഞാൻ ചില കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്ത് തരാം, കാരണം കുറേ ഫോൺസ് ഉണ്ട്, ഒരേപോലത്തെ പേരൊക്കെയാണ്. ഓക്കെ, സോ സാംസങ്ങിൻ്റെ A52, A72 ഫോൺസ് ഉണ്ടായിരുന്നല്ലോ. ഈ ഫോൺസിൽ രണ്ട് വെർഷൻ, ഈ രണ്ട് ഫോൺസിനും രണ്ട് വെർഷൻ ഉണ്ടായിരുന്നു, A52 4G ആൻഡ് A52 5G. അതേ രീതിയിൽ A72 4G ആൻഡ് A72 5G. പുറത്തിറങ്ങിയപ്പം ഈ 4 ഫോൺസും ഇറങ്ങിയിരുന്നു. പക്ഷേ ഇന്ത്യയിലേക്ക് ഇത് വന്നപ്പം 4G വേരിയൻറ്റ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ രണ്ട് ഫോൺസിൻ്റെയും 4G വേരിയൻറ്റിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 720G 4G ചിപ്സെറ്റ് ആയിരുന്നു. ഈ രണ്ട് ഫോൺസിൻ്റെയും 5G വേരിയൻറ്റിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 750G 5G ചിപ്സെറ്റ് ആയിരുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫോണാണ് സാംസങ് ഗാലക്സി A52s 5G. സോ A52 4G ഉണ്ട്, A52 5G ഉണ്ട്, അതിൻ്റെ മേളിലാണ് A52s 5G. A52 5Gക്ക് മേളിലുള്ള ഒരു ഫോണാണ് എന്ന് പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗീക്ക് ബെഞ്ച് സ്കോറാണ്. സോ ഗീക്ക് ബെഞ്ച് സ്കോർ ലീക്ക് ആയിട്ടുണ്ട്. അതനുസരിച്ച് തീർച്ചയായിട്ടും ഇതിൽ വരുന്നത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 750G ചിപ്സെറ്റ് അല്ല, അതിനേക്കാളും പവർഫുൾ ചിപ്സെറ്റാണ് വരാൻ പോകുന്നത്. അതേ രീതിയിൽ BIS സർട്ടിഫിക്കേഷൻ വെബ്സൈറ്റ്, അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എൻ്റെ സർട്ടിഫിക്കേഷൻ വെബ്സൈറ്റിലും ഈ ഒരു ഫോൺ വന്നിട്ടുണ്ട്. ഒരു ഫോണിന് BIS സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥമാണ് അതിൻ്റെ ലോഞ്ച് മിക്കവാറും വിതിൻ 1 മന്ത് ഉണ്ടാകും. സോ ഒരു മാസത്തിനുള്ളിൽ മിക്കവാറും സാംസങ് ഗാലക്സി A52s 5G ഫോണിൻ്റെ ലോഞ്ച് ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ സാംസങ്ങിൻ്റെ വെബ്സൈറ്റിൽ ഈ ഒരു ഫോണിൻ്റെ സപ്പോർട്ട് പേജും ലൈവായിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഇനിയൊരു സംശയം വേണ്ട, സാംസങ് ഗാലക്സി A52s ഫോൺ എന്തായാലും വരും, A52s 5G ഫോൺ എന്തായാലും വരും. A52s 5G ഫോണിൻ്റെ ഡിസൈൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. A52 ആണെങ്കിലും A52 5G ആണെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ ഡിസൈൻ ആയിരുന്നു. ഡിസൈൻ മാറ്റേണ്ട ആവശ്യമില്ല, നല്ലൊരു ഡിസൈൻ ആയിരുന്നു. കാരണം പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കും പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ്. സ്റ്റിൽ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു പ്രീമിയം ഫീൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാറ്റ് ഫിനിഷ് ആയിരുന്നു, ഗ്ലോസി ഷൈനി ഫിനിഷ് അല്ല, മാറ്റ് ഫിനിഷ് ഉണ്ടായിരുന്നു. നല്ല കളർ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. സോ ഈ ഒരു ഫോൺ യൂറോപ്യൻ വെബ്സൈറ്റിൽ, ഏതൊരു യൂറോപ്യൻ വെബ്സൈറ്റിൽ ലിസ്റ്റ് ആയിട്ടുണ്ട്. അവിടെ കളർ ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിലൊരു എക്സ്ട്രാ കളർ ഓപ്ഷൻസ് ഉണ്ട്. സോ ഗാലക്സി A52 4Gയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ മിൻറ്റ് ഗ്രീൻ കളർ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് സാംസങ് ഗാലക്സി S20 FE ഉണ്ടല്ലോ, FE എഡിഷൻ, FE 5G എഡിഷൻ, അതിലുണ്ടായിരുന്ന എക്സാക്ട്ലി സെയിം കളർ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. A52 4G ഫോണിൽ IP റേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. സോ തീർച്ചയായിട്ടും ഇവിടെയും ആ ഒരു IP റേറ്റിംഗ് വരും. സോ ഡിസൈൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല. സോ തീർച്ചയായിട്ടും നല്ലൊരു ഡിസൈൻ, നല്ലൊരു ക്ലാസി പ്രീമിയം ലുക്ക് എന്തായാലും കിട്ടും. ഡിസ്പ്ലേയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ ഫോൺസിൽ വൺ ഓഫ് ദ ബെസ്റ്റ്, ആ പ്രൈസ് സെഗ്മെൻറ്റിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേസ് ആണ്. ആ ഒരു കാര്യത്തിൽ സാംസങ് ഒരു വിട്ടുവീഴ്ച ചെയ്യാറില്ല. അതേ രീതിയിൽ നമ്മുടെ ചാനലും വീഡിയോസിൻ്റെ കോണ്ടന്റിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യാറില്ല. അത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സോ 6.5 ഇഞ്ചിൻ്റെ സൂപ്പർ ആംബിൾ ഡിസ്പ്ലേ ആയിരിക്കും. 90 Hz ആണോ 120 Hz ആണോ എന്നറിയില്ല കേട്ടോ. സാംസങ് ഗാലക്സി A52 4Gയിൽ 90 Hz ആയിരുന്നു, പക്ഷേ A52 5Gയിൽ 120 Hz ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവം A52s 5G A52 5Gൻ്റെ മേളിൽ വരുന്ന ഒരു ഫോണായിരിക്കും. സോ തീർച്ചയായിട്ടും 120 Hzൻ്റെ റിഫ്രഷ് റേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം, ഉണ്ടാവും. ഫുൾ HD+ റെസൊല്യൂഷൻ ആയിരിക്കും, ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഒക്കെ കിട്ടും. ഡിസ്പ്ലേൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, നല്ലൊരു ഡിസ്പ്ലേ ആയിരിക്കും. പെർഫോമൻസ്, സോ ഞാൻ ഇതുവരെ ആ ഒരു ചിപ്സെറ്റ് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല, ഇപ്പം മെൻഷൻ ചെയ്യാം. സോ ബേസിക്കലി ആ ചിപ്സെറ്റ് മിക്കവാറും മോസ്റ്റ്ലി ആ ചിപ്സെറ്റ് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 778G 5G ചിപ്സെറ്റ് ആയിരിക്കും. ഒരു 700 സീരീസ് ചിപ്സെറ്റ് ആണെങ്കിലും വളരെ പവർഫുൾ ചിപ്സെറ്റാണ്. കാരണം ഇതിൻ്റെ ഒരു ക്ലസ്റ്റർ, ട്രൈ ക്ലസ്റ്റർ ഫോർമേഷനിലാണ് വരുന്നത്. നോർമലി സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് 800 സീരീസ് ചിപ്സെറ്റ്സ് ആണ് ട്രൈ ക്ലസ്റ്റർ ഫോർമേഷനിൽ വരുന്നത്. പക്ഷേ ഈ ഒരു ചിപ്സെറ്റ് ട്രൈ ക്ലസ്റ്റർ ഫോർമേഷനിൽ വരുന്നുണ്ട്. അതായത് ഒരു പ്രൈം കോർ ഉണ്ട്. സോ ഒരു പ്രൈം കോർ, 3 പെർഫോമൻസ് കോർ, പിന്നെ 4 എഫിഷ്യൻസി കോർസ് വരുന്നുണ്ട്. 750G, അതായത് സാംസങ് ഗാലക്സി A52 5Gയിൽ ഉണ്ടായിരുന്ന 750Gയിൽ നോർമൽ ഡ്യുവൽ ക്ലസ്റ്റർ ഫോർമേഷൻ ആണ്. 750Gൻ്റെ ടോപ്പ് ക്ലോക്ക് സ്പീഡ് 2.2 GHz ആയിരുന്നു. അതേ സമയത്ത് 778Gൻ്റെ ടോപ്പ് ക്ലോക്ക് സ്പീഡ് 2.4 GHz ആണ്. നമ്മുടെ അതിലും വ്യത്യാസമുണ്ട്, ക്രയോയിലും
അവിടെ ക്രയോ 570 ആയിരുന്നു, ഇവിടെ ക്രയോ 670 ആണ്. ഈവൻ GPUവിൽ വ്യത്യാസമുണ്ട്. Adreno 619 ആയിരുന്നു അവിടെ. സ്നാപ്ഡ്രാഗൺ 778 എന്ന ചിപ്സെറ്റിലുള്ള GPU ആണ് Qualcomm Adreno 642L. സോ തീർച്ചയായിട്ടും വളരെ അപ്ഗ്രേഡഡ് ഒരു GPU ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ കിട്ടും. സോ ആ പോയിന്റ് ഓഫ് വ്യൂ ഇഷ്യൂ ഒന്നും വരാൻ പോകുന്നില്ല. അതിനോടൊപ്പം തന്നെ ഈ ഒരു ചിപ്സെറ്റ് 6 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്, 750G 8 നാനോമീറ്റർ ചിപ്സെറ്റ് ആയിരുന്നു. സോ അവിടെയും വ്യത്യാസമുണ്ട്. ക്യാമറയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ A52 4G അല്ലെങ്കിൽ A52 5G ഉണ്ടായിരുന്ന എക്സാക്ട്ലി സെയിം ക്യാമറ സെറ്റപ്പ് ഇവിടെയും വരും. സോ 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. 64 മെഗാ പിക്സലിൻ്റെ f1.8 അപ്പർച്ചർ ഉള്ള ഒരു OIS സപ്പോർട്ട് ചെയ്യുന്നൊരു ക്യാമറ ആയിരിക്കും വരുന്നത്. ദാറ്റ്സ് റിയലി ഗുഡ്. പിന്നെ 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, 5 മെഗാ പിക്സലിൻ്റെ മാക്രോ, 5 മെഗാ പിക്സലിൻ്റെ ഡെപ്ത്. സോ നല്ലൊരു ക്യാമറ സെറ്റപ്പാണ്. 4K 30fps എടുക്കാൻ പറ്റും. സെൽഫി ക്യാമറ 32 മെഗാ പിക്സലിൻ്റെ ആയിരിക്കും, അവിടെയും 4K വീഡിയോസ് എടുക്കാൻ പറ്റും. പിന്നെ ഒരു അപ്ഗ്രേഡ് ചിപ്സെറ്റ് വരുന്നതുകൊണ്ട് ISP അല്ലെങ്കിൽ ഇമേജ് സിഗ്നൽ പ്രോസസ്സറും അപ്ഗ്രേഡഡ് ആയിരിക്കും. സോ കുറച്ചും കൂടി ബെറ്റർ ഫോട്ടോ നമുക്ക് പ്രതീക്ഷിക്കാം, ബെറ്റർ ഫോട്ടോ വീഡിയോ പെർഫോമൻസ് പ്രതീക്ഷിക്കാം. എന്തായാലും സാംസങ്ങിൻ്റെ ഫോൺസിൽ നല്ല കൺസിസ്റ്റൻറ്റ് ക്യാമറ പെർഫോമൻസ് കിട്ടാറുണ്ട്, ഇവിടെയും വരും തീർച്ചയായിട്ടും. ബാറ്ററി കപ്പാസിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂന്ന് വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. 4500 mAh ബാറ്ററി ഉണ്ടാവും, ദാറ്റ്സ് ഓക്കെ. പക്ഷേ A52വിൽ 25 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ബോക്സിൽ 15 വാട്ടിൻ്റെ ചാർജറാണ് സാംസങ് തന്നത്. സോ ആ ഒരു സംഭവം മാറ്റണം. ഇത്തവണയെങ്കിലും 25 വാട്ടിൻ്റെ ചാർജർ കൂടെ തരണം ബോക്സിൽ. കാരണം ബാക്കി കമ്പനികളൊക്കെ 65, 67 വാട്ട് വരെ തരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഞാൻ 25 വാട്ടിൻ്റെ ഒരു ചാർജർ ഇൻ ബോക്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. ലെറ്റ്സ് സീ. ഈ ഫോണിലുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതൊരു പ്രീമിയം A സീരീസ് ഫോണാണ്. സോ തീർച്ചയായിട്ടും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ഫുൾ ഫ്ലെഡ്ജ്ഡ് നോക്ക് സെക്യൂരിറ്റി കിട്ടും. സോ പ്രീമിയം ലെവൽ നോക്ക് സെക്യൂരിറ്റി കിട്ടും. സോഫ്റ്റ്വെയറിലും ഹാർഡ്വെയറിലും നോക്ക് സെക്യൂരിറ്റി ഉണ്ടാവും. പിന്നെ FCC സർട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ വന്ന ഒരു ഫോണാണ് സാംസങ് ഗാലക്സി A52s. അതനുസരിച്ച് ഇതിൽ NFC-യും വരും. സോ A52വിൽ NFC ഉണ്ടായിരുന്നു. സോ തീർച്ചയായിട്ടും ഇതിൽ എന്തായാലും NFC ഉണ്ടാവും, നോ ഇഷ്യൂസ്. NFC കാണും. സോ സാംസങ് പെയിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. സോ ഫുൾ ഫ്ലെഡ്ജ്ഡ് സാംസങ് പ്രീമിയം ഫോണാണ് തീർച്ചയായിട്ടും. സോ എല്ലാം പ്രീമിയം ഫീച്ചേഴ്സ് ഇതിൽ വരും. ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു വെബ്സൈറ്റിൽ, ഒരു യൂറോപ്യൻ വെബ്സൈറ്റിൽ ഈ ഒരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു, ലിസ്റ്റ് ആയിട്ടുണ്ട്. അവിടെ കളേഴ്സൊക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ അവിടെ ഇതിൻ്റെ പ്രൈസും വന്നിട്ടുണ്ട്. അവിടെ കൊടുത്തിരിക്കുന്ന പ്രൈസാണ് 434 യൂറോസ്. അത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 38,000 രൂപയാണ് വരുന്നത്, അതായത് 38,000 റുപ്പീസ്. പക്ഷേ തീർച്ചയായിട്ടും ആ പ്രൈസിൽ ഇന്ത്യയിലേക്ക് വരത്തില്ല, അതിൻ്റെ താഴെയുള്ള പ്രൈസിലായിരിക്കും ഇന്ത്യയിൽ വരുന്നത്. പക്ഷേ നമ്മുടെ A52വിൻ്റെ പ്രൈസിൽ പ്രതീക്ഷിക്കരുത്. A52വിൻ്റെ സ്റ്റാർട്ടിങ് 25,000, 26,000 ആയിരുന്നു. ഇതിൻ്റെ സ്റ്റാർട്ടിങ് മിക്കവാറും 31 എന്തായാലും 30,000-35,000 പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ വരും തീർച്ചയായിട്ടും. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. സാംസങ് ഈയിടെ നല്ല എഗ്രസീവ് പ്രൈസിങ്ങിലാണ് ഫോൺസ് ഇറക്കുന്നത്. പണ്ടത്തെ സാംസങ് വെച്ച് നോക്കുമ്പോൾ ഇപ്പം നല്ല എഗ്രസീവ് പ്രൈസിങ്ങിലാണ് ഒരു ഫോൺസ് ഇറക്കുന്നത്. സോ ഇവിടെ നല്ല എഗ്രസീവ് പ്രൈസിങ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നിങ്ങളൊരു A സീരീസ് ഫോൺ വാങ്ങിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാവുന്ന ഒരു ഫോണാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൺഫേംഡ് ന്യൂസ് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.